ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു എ ന്യൂ ഫ്രഷ് എപ്പിസോഡ്. ഇന്ന് നമ്മൾ നാട്ടിൽ പോകുന്ന ദിവസമാണ്. ഇപ്പോൾ ഏകദേശം രാത്രി 1 മണി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഫുള്ള് റെഡി ആയിട്ട് ഇപ്പോൾ ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. എന്തായാലും നമുക്ക് നമ്മുടെ റൂമൊക്കെ മിസ് ചെയ്യും, പക്ഷേ വല്ലാണ്ട് മിസ് ചെയ്യാൻ ചാൻസ് കുറവാട്ടോ. കാരണം കാർട്ടൂണിൽ കണ്ടില്ലേ, കംപ്ലീറ്റ് കിച്ചണിൽ ഐറ്റംസ് ഒക്കെ നിറഞ്ഞിട്ട് റൂം ആകെ ഫില്ലായിട്ടിരിക്കുകയാണ്. അത് എന്തുകൊണ്ടാണ് അത് ചെയ്തത് വെച്ചാൽ ലാസ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പാക്കിങ്ങിൻ്റെ വ്ളോഗ് ഇട്ടിട്ടുണ്ട്, അതിൽ കാണാൻ പറ്റും. കഴിഞ്ഞ വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഹസ്ബൻഡിൻ്റെ ബ്രദറിൻ്റെ മോനും ഞങ്ങൾ കൂടെ നാട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അജു എന്തായാലും ഒരു 10 ഡേയ്സിനെ നാട്ടിലുണ്ടാവുള്ളൂ. അവനക്കാണെങ്കിൽ വിൻ്റർ വെക്കേഷനാണ്. സോ അങ്ങനെ അപ്പോൾ നമ്മൾ എയർപോർട്ടിലാക്കാൻ ഇക്കയും ബാബയും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത്. ലഗേജസൊക്കെ പറക്കി കൂട്ടിയപ്പോൾ നമ്മൾ താഴെ എത്തിയിട്ടുണ്ട്. എങ്ങനെ ഈ ട്രോളി ബാഗ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു കാറിൽ ഫിറ്റിങ് ചെയ്യുന്നു നോക്കിയിരുന്നിട്ടാണ്. ആൻഡ് ഓൾസോ നമ്മൾ സമാരി നല്ല മിസ് ചെയ്യും. കാരണം പ്രത്യേകിച്ച് വിൻ്ററാണ്. വിൻ്ററിൻ്റെ സമയത്ത് നല്ല രസം അവിടെ താഴെ ഇറങ്ങി നടക്കാൻ ഞാൻ കുറേ വട്ടം മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ അത് നല്ല മിസ് ചെയ്യും. ആ ഓടിക്കൊണ്ടിരിക്കുന്ന വേറെ ആരുമില്ല, എൻ്റെ മോളാണ് ആയത്. ആൾ ഭയങ്കര ആക്റ്റീവായിരുന്നു ഈ സമയത്ത്. എന്തായാലും എയർപോർട്ടിൽ നിന്ന് ഉറങ്ങുന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഞങ്ങളന്ന് പോയത്. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലൊക്കെ എത്തുന്ന സമയത്ത് ഒരു 2 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ആ കാണാണ് അജുവിൻ്റെ തൊട്ട് പിന്നിൽ ഹാത്തുവിനെ ക്യാരി ചെയ്ത് നടക്കുന്ന ആളാണ് നമ്മുടെ ഇക്കടമാന്. അവനുള്ളതുകൊണ്ട് എനിക്ക് പ്രത്യേകം എടുത്ത് പറയണം, ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. കാരണം ഞാൻ ക്യാരിങ് ആയതുകൊണ്ട് ആയത്തിൻ്റെ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ കുറച്ച് ടാസ്ക് എന്നല്ല, ആളിനെ കൊണ്ട് വലിയ ഉപദ്രവമൊന്നുമില്ല. പക്ഷേ എന്താ വെച്ചാൽ ആൾക്ക് ഇങ്ങനെ കറങ്ങി നടക്കണം, ഒരു ഭാഗത്ത് എന്തായാലും ഇരിക്കില്ല. ഈ പ്രായത്തിലുള്ള കുട്ടികൾ അങ്ങനെയാണല്ലോ. അപ്പോൾ ഇങ്ങനെ ഓടി നടക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് ആളെ പിന്നാലെ ഓടുക എന്ന് പറയുന്നത് വലിയൊരു പരിപാടിയാണ്. സോ അത് അതിനെ ഫുള്ള് ടേക്ക് കെയർ ചെയ്തിരുന്നത് ഫൈസിയാണ് കേട്ടോ. പിന്നെ ഒരു കോമഡി എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ അവിടെ എത്തുമ്പോൾ ഒരു 2 o'clock കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 5:30ക്കാണ് ഫ്ലൈറ്റ് ഉള്ളത്. അപ്പോൾ അവിടെ ആക്ച്വലി ചെക്ക് ഇൻ കൗണ്ടർ ഓപ്പൺ ആയിരുന്നില്ല. ഒരു 1 hour കൂടെ പിടിക്കും ഓപ്പൺ ആവാമെന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയായിരുന്നു. സോ ഞങ്ങളൊരു 1 hour അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ആ വെയിറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ആയത്തിന് ഭയങ്കര സന്തോഷമായിട്ടാണ്. മറ്റാൾ ഓടി നടക്കാൻ ഇഷ്ടംപോലെ പ്ലേസ് ഉണ്ടല്ലോ എയർപോർട്ടല്ലേ. അപ്പോൾ അങ്ങനെ ആൾ എൻജോയ് ചെയ്തിരുന്നു. പിന്നെ ഫൈസിനായിട്ട് ആയത് നല്ല സെറ്റാണ് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈസ് നന്നായിട്ട് ടേക്ക് കെയർ ചെയ്യുകയും ചെയ്യും, അതുപോലെ തന്നെ നല്ല അവളായിട്ട് കളിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. നന്നായിട്ട് അവളെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരൊക്കെ അവൾക്ക് ഭയങ്കര എപ്പോഴും സ്പെഷ്യലാണ്. ആത്തും ആ വെയിറ്റിംഗ് ഏരിയ ഫുള്ള് കറങ്ങി അടിച്ച് നടക്കലായിരുന്നു. ഞാൻ ആൾക്കാരെന്ത് വിചാരിക്കും ഞാൻ അവിടെ തിങ്ക് ചെയ്യുന്നില്ല. ഞാൻ അങ്ങനെയൊക്കെ തിങ്ക് ചെയ്തിരുന്ന ആളായിരുന്നു. പക്ഷേ അങ്ങനെ തിങ്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അവൾക്ക് ഫോൺ കൊടുത്തിരുത്തേണ്ടി വരും. അതെന്തായാലും ഞാൻ പ്രിഫർ ചെയ്യുന്നില്ല. ഇവിടെ നിന്നല്ല എവിടെയാണെന്നുണ്ടെങ്കിലും മക്കളെ എപ്പോഴും ആക്റ്റീവായിട്ട് അവരെ സറൗണ്ടിങ്ങിൽ എന്ത് നടക്കണമെന്ന് അവരറിഞ്ഞിട്ട് എപ്പോഴും ആ ഒരു ലൈവായിട്ട് പ്രസൻ്റായിട്ട് ഇരിക്കണം. അങ്ങനെയാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. അങ്ങനെ ഒരു നീണ്ട വെയിറ്റിങ്ങിന് ശേഷം ഞങ്ങളുടെ ചെക്ക് ഇൻ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുത്ത ഇമിഗ്രേഷൻ ആൻഡ് സെക്യൂരിറ്റി ചെക്ക് ഇൻ ചെയ്യാൻ പോവുകയാണ്. ആ പോണ വഴിക്ക് എനിക്ക് തോന്നി ആത്തുന് നൈസായിട്ട് ഉറക്കം വരുന്നുണ്ട്. ഞാൻ വെറുതെ ഒന്ന് തോളിലിട്ടുള്ളൂ, ആൾ ഉറങ്ങി. അപ്പോൾ കുറച്ചൊന്ന് ഡീപ്പ് സ്ലീപ്പായി കഴിഞ്ഞിട്ട് അജുവിൻ്റെ കയ്യിൽ കൊടുക്കാമെന്നുള്ള പ്ലാനിലാണ് ഞാൻ നിൽക്കുന്നത്. ഞങ്ങൾക്ക് ആക്ച്വലി ഫ്ലൈറ്റിന് ഡിലേ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു 2 മണിക്കൂറോളം ഡിലേ ഉണ്ടായിരുന്നു. 5:30 ഫ്ലൈറ്റ്, 7:30 ടേക്ക് ഓഫ് ചെയ്യുള്ളൂ. സോ അത്രയും അവർ നമുക്ക് വെയിറ്റിംഗ് ഉണ്ട്. സോ ഞങ്ങൾ ലോഞ്ച് എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അപ്പോഴത്തേക്കും ഞാൻ ആയത്തിന് അജുവിന് കൊടുത്ത് എനിക്ക് എൻ്റെ മാക്സിമം ആയിട്ടുണ്ടായിരുന്നു. എനിക്ക് തണ്ടലൊക്കെ നനയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സോ ഞാൻ അജുവിൻ്റെ കയ്യിൽ കൊടുത്ത് ഞാൻ പിന്നെ ഡീപ്പ് സ്ലീപ്പ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. എനിവേസ് പിന്നെ ടൈം ആയപ്പോഴത്തേക്കും എനിക്ക് ആക്ച്വലി നല്ല വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മുന്നേ എന്നൊക്കെ പറയുമ്പോൾ പ്രഗ്നൻസിയിലെ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഞാൻ ട്രാവൽ ചെയ്തിരുന്ന സമയത്ത് എനിക്ക് വിശപ്പിൻ്റെ ഭയങ്കരമായിട്ട് ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഞാൻ കയ്യിൽ കരുതുമായിരുന്നു, ചോക്ലേറ്റ്സ് ഓർ സംതിങ് എന്തെങ്കിലും. പക്ഷേ ഇന്ന് ഞാൻ ഒന്നും കരുതിയിട്ടില്ല എനിക്ക് തിന്നാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ലോഞ്ചിൽ കയറി എടുക്കാൻ ഫസ്റ്റ് ഞാൻ പോയത് ഫുഡിൻ്റെ സെക്ഷനിൽ കണ്ടാൽ ഞാൻ ഈ റൈസിനെ പറ്റി പറയാണ്ടിരിക്കാൻ വയ്യ. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള റൈസായിരുന്നു ഇത്. വേറൊരു കോമഡി എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ലോഞ്ചിൽ കയറുന്ന സമയത്ത് കറക്റ്റ് ഞാൻ ഫുഡ് എടുത്തതിന് ശേഷം അത് ഡിന്നറായിരുന്നു ആക്ച്വലി. ആ ഫുഡ് അങ്ങ് ചേഞ്ച് ചെയ്ത് അവർ ബ്രേക്ക്ഫാസ്റ്റ് സെർവ് ചെയ്തു. പിന്നെ അപ്പോൾ ഇത് എനിക്ക് മാത്രം കിട്ടുള്ളൂ. അവിടെ അജുവിനോ ഫൈസിക്കോ ആർക്കും ഇത് ടേസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല ഈ റൈസ് ആക്ച്വലി. അതിന് ഞങ്ങൾ നല്ല കംഫർട്ടബിളായിട്ട് കൗച്ചിലൊക്കെ കിടത്തിയിട്ടുണ്ടായിരുന്നു. നല്ല ഉറക്കത്തിലായിരുന്നു. പിന്നെ നെക്സ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് വന്നപ്പോൾ എൻ്റെ സെക്കൻഡ് ട്രിപ്പിനായിട്ട് ഞാൻ പോയി ബ്രേക്ക്ഫാസ്റ്റ് തിന്നാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആക്ച്വലി പോരായിരുന്നു. അത് പൂരിയാണോ ചപ്പാത്തിയാണോ എന്നറിയാത്തൊരവസ്ഥയിലുള്ളൊരു സാധനമായിരുന്നു. അത്രക്ക് നല്ല ഇരുന്നില്ല. പിന്നെ ബ്രെഡ് ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ കുറച്ച് ഫ്രൂട്ട്സും, ഞാൻ കുറച്ച് ബ്രെഡും ഫ്രൂട്ട്സും എല്ലാം എടുത്ത് പ്ലേറ്റ് ഫില്ല് ചെയ്തിട്ട് അതങ്ങ് കഴിച്ചു. ചോക്ലേറ്റ് മൂസ് കേക്ക് കണ്ടിട്ട് എനിക്ക് എടുക്കാണ്ടിരിക്കാൻ തോന്നിയില്ല കേട്ടോ. കാരണം ഭയങ്കര ചോക്ലേറ്റ് ലവറാണ്. പക്ഷേ ഞാൻ പ്രഗ്നൻസി ഡയബറ്റിക്കാണ്. അപ്പോൾ ഞാൻ ചെറിയൊരു പീസ് കഴിച്ചിട്ട് ബാക്കി അജുവിന് കൊടുത്ത്.
അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ നല്ലൊരു ഉറക്കം ഉറങ്ങിയിട്ടാണ് കൗച്ചിൽ കിടന്നിട്ട്. എന്നിട്ടൊരു 7-7:30 ആയപ്പോഴാണ് എണീറ്റത്. എന്നിട്ട് നോക്കുമ്പോൾ ഗേറ്റിൽ ആക്ച്വലി ക്യൂവിൽ നിൽക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്ന ആൾക്കാർ ഫ്ലൈറ്റിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. സോ വി തോട്ട് ഓക്കെ ടേക്ക് ഓഫിനുള്ള ടൈമായെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളെല്ലാവരും ലോഞ്ചിൽ നിന്ന് ഒന്ന് ഫ്രഷനപ്പ് ആയിട്ട് പുറത്തിറങ്ങിയിട്ട് ആയത്തപ്പം നല്ല ഉറക്കത്തിലിരുന്നിട്ടാണ് ഞങ്ങൾ പോയിട്ട് ക്യൂവിലൊക്കെ നിന്ന്. അപ്പോഴാണ് ഞങ്ങളൊരു സത്യം അറിഞ്ഞത് 1 hour കൂടെ ഡിലേ ഉണ്ടെന്നുള്ളത്. ആക്ച്വലി ഞങ്ങൾക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് ഇറങ്ങിയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അന്വേഷിച്ചാൽ മതിയിരുന്നു. പക്ഷേ ഞങ്ങളെല്ലാവരും കൂടെ ലോഞ്ചിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ആകെ പെട്ട് എന്നുള്ള അവസ്ഥയിലായി ഞങ്ങൾ. എന്നിട്ട് ഞങ്ങൾ അവസാനം എന്താക്കിയെന്ന് വെച്ചാൽ നമ്മളെ ഗേറ്റിലെ വെയിറ്റിംഗ് ഏരിയയിൽ തന്നെ ഇരുന്ന് വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഞങ്ങൾ ലാസ്റ്റ്. അങ്ങനെ ഇരുന്ന് അവസാനം ആയത്ത് വരെ എണീക്കാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചു അപ്പോൾ ഫ്ലൈറ്റിൽ കയറുന്നതിന് മുന്നേ ആയത്തിനെ ഒന്ന് ഫ്രഷനപ്പ് ആക്കി ഡയപ്പറൊക്കെ ചേഞ്ച് ചെയ്തിട്ട് കയറാമെന്ന്. എത്രയാണ് ഡയപ്പർ ചേഞ്ച് ചെയ്യാമെന്നല്ല നമ്മൾ ഡയപ്പർ ചേഞ്ച് ചെയ്യാം. കം സി ഹായ്. ആദ്യത്തെ ഫ്രഷനപ്പായി കഴിഞ്ഞപ്പോൾ പിന്നെ ഭയങ്കര ആക്റ്റീവായി എനർജി മോഡലായിട്ടാണ്. ആക്ച്വലി ഇവൾ യൂഷ്വലി ഫ്ലൈറ്റിൽ കയറി ടേക്ക് ഓഫ് ചെയ്യണ സമയത്ത് ഉറങ്ങി, ലാൻഡ് ചെയ്യണ സമയത്ത് എണീക്കാറ്. പക്ഷേ ഇന്ന് ഇപ്പോൾ കുറച്ച് ഉറങ്ങിയ സ്ഥിതിക്ക് എനിക്ക് ആക്ച്വലി നല്ല പേടിയുണ്ടായിരുന്നു അവൾ ഉറങ്ങുമോ ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞാലെന്നുള്ളത്. പിന്നെ അങ്ങനെ ഒരു നീണ്ട കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾ അവർ വിളിച്ചു ടേക്ക് ഓഫിന് ടൈമായെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ബസ്സിലൊക്കെ കയറ്റി. ബസ്സിലൊക്കെ അത് പിന്നെ പറയണ്ട, ബസ്സിലും കുറച്ച് നേരമൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു ആക്ച്വലി. പിന്നെ ഒരു പോസിറ്റീവ് കാര്യം എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ക്യാരിങ് ആയതുകൊണ്ട് മോസ്റ്റ്ലി അല്ല എല്ലാ സ്ഥലത്തും പ്രയോറിറ്റിയിൽ വരാൻ പറ്റി. ക്യൂവിലൊന്നും നിൽക്കാണ്ട് നമുക്ക് സുഖമായിട്ട് തന്നെ വേഗം എത്താൻ പറ്റും കേട്ടോ. പിന്നെ ബസ്സിൽ നിന്ന് സ്കൈയും സൺറൈസും കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ തണുപ്പായതുകൊണ്ട് പുറത്തിറങ്ങിയപ്പോൾ അതിലും ഭയങ്കര രസം, സ്കൈയും മൊത്തത്തിൽ സൺറൈസും എല്ലാം കൂടെ ആയിട്ട്. പിന്നെ ആദ്യമായിട്ടാണ് ഫ്ലൈറ്റ് ഇങ്ങനെ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ആൾ നന്നായിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു, ഇതിപ്പോൾ എന്താ സംഭവം എന്നൊക്കെ പറഞ്ഞില്ല. പിന്നെ പിന്നെ ഫുൾ മോസ്റ്റ്ലി 5G തന്നെ എടുത്തേക്കണം. ഉറങ്ങുന്ന സമയത്ത് മാത്രം ഞാനും അജും അങ്ങോട്ടും മാറി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അല്ലാത്ത സമയത്ത് ഫുൾ 5Gയുടെ കൂടെ തന്നെ ഇരുന്നു അവൾ. ഫൈനലി ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറി. ഞാൻ അയൽ സീറ്റിലാണ് ഇരുന്നിരുന്നത്. കാരണം എനിക്കൊന്ന് പെട്ടെന്ന് ഒരു ലാബറട്ടറി യൂസ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ഒന്ന് വാക്ക് ചെയ്യണമെങ്കിലോ ഒന്ന് സ്ട്രെച്ച് ചെയ്യണമെങ്കിൽ കാലൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്യണമെങ്കിൽ ഏറ്റവും നല്ലത് അയൽ സീറ്റിലിരിക്കലാണ് കേട്ടോ. സോ പിന്നെ എൻ്റെ പേടി പോലെ ആദ്യത്തെ ഫ്ലൈറ്റിൽ നിന്ന് അങ്ങനെ ഉറങ്ങിയില്ല ഇൻ ദ സെൻസ് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് കുറേയൊക്കെ കഴിഞ്ഞുള്ള കളിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഉറങ്ങിയിട്ടുണ്ടായിരുന്നത്. 5G കയറി ഉടനെ ഉറങ്ങി. പിന്നെ ഉറങ്ങാണ്ടിരിക്കില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ എയർപോർട്ടിൽ നിന്ന് ഞാൻ കുറച്ചൊക്കെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു, അജും കുറച്ചൊന്ന് കണ്ണടച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ പറഞ്ഞു 5G കുറച്ച് നേരം ഉറങ്ങിക്കോ എന്ന് പറയുമ്പോഴേ ഉറക്കമൊന്നും വരുന്നില്ല, എനിക്ക് ഉറക്കമേ വരുന്നില്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഫ്ലൈറ്റിൽ കയറി ഉടനെ പിന്നെ ഫുൾ ഉറക്കായിരുന്നു. കോഴിക്കോട് എയർപോർട്ട്. അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് എയർപോർട്ടിൽ എത്തിയത് നോർമൽ ഒരു ലോഡ് നടക്കാണ്ടായിരുന്നു ഇമിഗ്രേഷനിലേക്ക്. ഞങ്ങളങ്ങനെ പതുക്കെ നടന്ന് നീങ്ങി. ആദ്യത്ത് എണീറ്റുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല. ആദ്യത്തിന് ആദ്യം 5G എടുത്ത്. അപ്പം ഞാൻ പറഞ്ഞു എടുക്കണ്ട, അവൾ ഒറ്റയ്ക്ക് നടന്നോളും, കാരണം അത്യാവശ്യം നടക്കാനുണ്ട്, കൈയും കാലൊക്കെ കടയും. സോ ഞങ്ങൾ പതുക്കെ 3 പേരും പതുക്കെ ഇങ്ങനെ നടന്നു. എനിക്കും ക്യാരിങ് ആയതുകൊണ്ട് പതുക്കെ സ്ലോലി നടക്കാൻ പറ്റുള്ളൂ. അജുവാണെങ്കിൽ നടന്ന് വേറെ ഏതോ അറ്റത്തെത്തിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ പിന്നെ അവിടുന്ന് ഫസ്റ്റ് ഫ്രഷനപ്പ് ആവാമെന്ന് വിചാരിച്ചിട്ട് ഫ്രഷനപ്പ് ആയിട്ടാണ് പതുക്കെയാണ് പോയത് ഇമിഗ്രേഷനിലേക്ക്. വാ, താങ്ക് യു, കം ഓൺ. ഇമിഗ്രേഷനും ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് എല്ലാം കഴിഞ്ഞ് നമ്മളിപ്പോൾ ബാഗേജ് ക്ലെയിമിൻ്റെ പോർഷനിലാണ് ഉള്ളത്. നമ്മൾ ആക്ച്വലി കുറേ നടന്നിട്ട് നല്ല ടയേർഡായിരുന്നു. നമ്മളിങ്ങനെ റെസ്റ്റ് എടുത്തോ പറഞ്ഞു അജു. ബാഗേജ് ക്ലെയിം കാര്യങ്ങളെല്ലാം അജു സെറ്റാക്കി കൊണ്ടുവന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മളിങ്ങനെ റെസ്റ്റ് എടുത്തു കഴിഞ്ഞ് നമ്മൾ ലാസ്റ്റ് എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങി. നമ്മൾ കൂട്ടാൻ ഷംനു കസിനാണ്, അവന് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓൾസോ അവന് ഉണ്ട്, കാർ പാർക്കിങ്ങിൽ ഉണ്ടായിരുന്നു. സോ അവനക്ക് കാറെടുത്ത് ഇങ്ങോട്ട് വരേണ്ട താമസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
ഞങ്ങൾ ആ നേരം കുറച്ചിങ്ങനെ വെയിറ്റ് ചെയ്തൊക്കെ ഇങ്ങനെ ഇരുന്നു. ഫൈനലി ആർ കാർ ഇസ് ഹിയർ. അവരുടെ ലഗേജസൊക്കെ വണ്ടിയിൽ കയറ്റി കൊണ്ടിരിക്കണം. എന്തായാലും അവരെ പണി ചെയ്യട്ടെ, നമുക്ക് കാറിൽ കയറിയിരിക്കാം. അങ്ങനെ നോക്കുമ്പോഴാണ് രണ്ടുപേരും ഓൾറെഡി കാറിൽ കയറി നേരത്തെ ഹാജരായിരിക്കുന്നത്, ആയത്തും ഫൈസിയും. നമ്മളിനി നേരെ സ്ട്രെയിറ്റ് ടു ഹോമല്ല, നമുക്ക് ആക്ച്വലി ഫുഡ് കഴിക്കണം. രാവിലെ എത്തേണ്ടായിരുന്നു, ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ലഞ്ചിൻ്റെ ടൈം ആയിരിക്കണം. സോ നമുക്ക് ലഞ്ച് കഴിച്ചിട്ട് ഇനി നേരെ വീട്ടിലേക്ക് പോകാമെന്നുള്ള പ്ലാനിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. നല്ല വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അടിപൊളി മാങ്ങ ഉപ്പുമുളകിട്ട്. ഈ മാങ്ങയ്ക്ക് എന്തോ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. സംഭവം ഷംനു കഴിക്കാൻ വേണ്ടിയിട്ട് കാറിലെടുത്ത് വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അത് ഞാൻ കയറിയപ്പോൾ പിന്നെ ഞാൻ അങ്ങോട്ട് കഴിക്കലാക്കി. നമ്മൾ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ എല്ലാവരുടെയും യൂഷ്വൽ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് വീട്ടുകാരെയും കുടുംബക്കാരെയും ഒക്കെ നമ്മൾ നാട്ടിലെത്തിയെന്ന് അറിയിക്കലാണ്. സോ ആ പരിപാടിയിലായിരുന്നു ഞാൻ അജു. യൂഷ്വലി ഞാൻ അവിടെ നിന്ന് തന്നെ ദുബായിൽ നിന്ന് തന്നെ റീചാർജ് ചെയ്തിട്ടൊക്കെ വരാറ്. പക്ഷേ ഇപ്രാവശ്യം എൻ്റെ സിമ്മ് മിസ്സായതുകൊണ്ട് എനിക്ക് റീചാർജ് ചെയ്യാനും ഇതിനും പിന്നെ ഒബ്വിയസ്ലി പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഹോട്ട്സ്പോട്ട് ചെയ്തിട്ട് അങ്ങനെ എല്ലാവരും വിവരമൊക്കെ അറിയിച്ച്. പിന്നെ നമ്മൾ നെക്സ്റ്റ് എന്ത് ഫുഡ് കഴിക്കും എന്നുള്ള ഒരു കൺഫ്യൂഷനിലായിരുന്നു. ഞാൻ നമ്മുടെ നല്ല നാടൻ ചോറിൻ്റെ ഫാനാണ് കേട്ടോ. എനിക്ക് എന്ത് മന്തി ഉണ്ടെങ്കിലും ബിരിയാണി ഉണ്ടെങ്കിലും ഞാൻ പ്രിഫർ ചെയ്യുക സാധാ ചോറ് കഴിക്കാനാണ്. പക്ഷേ കാറിലുള്ള മൊത്തം ടീംസ് മന്തി ഫാൻസാണ്. പക്ഷേ നമ്മൾ ലാസ്റ്റ് നല്ല ഫുഡ്, നല്ല ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. ആയത്ത് നല്ല ഉറക്കമായിരുന്നു. സോ നമ്മളവിടെ കൗച്ചിലൊക്കെ കെടുത്തിയിട്ട് നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടേസ്റ്റുള്ള ഫുഡ് തന്നെയായിരുന്നു. പിന്നെ വേറെ എന്തില്ലെങ്കിലും ആ കാണുന്ന കൊണ്ടാട്ടമുളകുണ്ടെങ്കിൽ ഞാൻ ഹാപ്പിയാണ്. ഞങ്ങൾ കഴിക്കാൻ റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴും പാവം ഫൈസി അവൻ്റെ ഫ്രൈഡ് റൈസിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടുന്ന് ഫുഡെല്ലാം കഴിഞ്ഞ് നല്ല ഉഷാറായിട്ട് നമ്മൾ പിന്നെ നെക്സ്റ്റ് നമ്മളവിടെ നിന്ന് ഇറങ്ങി. പക്ഷേ പോണ വഴിക്ക് ആക്ച്വലി ആയത്തൊന്ന് വൊമിറ്റ് ചെയ്തായിരുന്നു. ആക്ച്വലി എന്താ റീസൺ എന്നറിയില്ല, ഗ്യാസ് കയറിയിട്ട് എന്താണെന്ന് അറിയില്ല. ആക്ച്വലി അവൾ കുറച്ച് നേരമായിട്ട് ആൾ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. അപ്പോൾ വൊമിറ്റിംഗ് സെൻസേഷൻ അല്ലെങ്കിൽ ടെൻഡൻസി വന്നിട്ടായിരിക്കണം. എനിവേസ് അത് കഴിഞ്ഞപ്പോൾ പിന്നെ ആൾ ടയേർഡായിട്ട് പിന്നെ ഉറങ്ങുമായിരുന്നു. വീടെത്തുന്ന വരെ ആൾ ഭയങ്കര ഉറക്കത്തിലായിരുന്നു. അജുവിൻ്റെ മടിയിലായിരുന്നു ടായത്. അതുകൊണ്ട് ഞാൻ നല്ല കംഫർട്ടബിളായിട്ട് ഇരുന്നായിരുന്നു. പിന്നെ നമ്മൾ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ പിരിമ്പിലാവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒറ്റപ്പിലാവ്, അജുവിൻ്റെ സ്വന്തം ഒറ്റപ്പിലാവ്, ഏകദേശം നമ്മൾ എത്താനായിട്ടുണ്ട് നമ്മളെ വീട്. സോ ദാറ്റ്സ് ഇറ്റ്. അതെ, നിങ്ങളെ ഈ തിരിവൊക്കെ എടുത്തിട്ടുണ്ട് പ്രശ്നമുണ്ടോ നിങ്ങൾക്ക്? അയ്യോ അമ്മ ഇവിടെ ടാറിയതാ. ഏയ് രണ്ട് ഹമ്പ ഇല്ല, ഹമ്പല്ല. ഓ അതുകൊണ്ട് അവര് മനപ്പൂർവ്വം ഇട്ടാണല്ലേ?